ബ്രിഡ്ജ് കൺവെർട്ടർ പഠിക്കുമ്പോൾ രണ്ട് ടൈപ്പ് ബ്രിഡ്ജ് കൺവെർട്ടർ ഉണ്ട്. ഹാഫ് കൺട്രോൾഡ് ബ്രിഡ്ജ് കൺവെർട്ടറും ഫുൾ കൺട്രോൾഡ് ബ്രിഡ്ജ് കൺവെർട്ടറും. അപ്പൊ വ്യത്യാസമൊന്നുമില്ല. വ്യത്യാസം മെയിൻ ആയിട്ടുള്ളത് ഹാഫ് കൺട്രോൾ അല്ലെങ്കിൽ സെമി കൺവെർട്ടർ എന്ന് പറയും കേട്ടോ. സെമി കൺവെർട്ടർ എന്നും പറയും. ഇവിടെ നോക്കിയാൽ കാണാം, കറണ്ടിന് രണ്ടും എപ്പോഴും പോസിറ്റീവ് ഡയറക്ഷൻ ആണ്. ബ്രിഡ്ജ് കൺവെർട്ടറിൽ ഫുള്ളിന് ഇവിടെ നോക്കി, ഇതാണ് ഫുള്ളിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് നമുക്ക് നെഗറ്റീവ് ആക്കാനും പറ്റും. റെക്ടിഫയർ തന്നെ ഔട്ട്പുട്ട് വോൾട്ടേജ് ആവറേജ് വാല്യൂ നെഗറ്റീവ് ആക്കാൻ പറ്റുന്നതാണ് ഫുൾ കൺവെർട്ടർ. ഹാഫ് കൺവെർട്ടർ നമ്മുടെ സാധാരണ ഡയോഡ് വെച്ചിട്ടുള്ള ബ്രിഡ്ജ് റെക്ടിഫയർ പോലെ തന്നെയാണ്. ഹാഫ് കൺവെർട്ടറിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് എല്ലാ ആവറേജ് DC ഔട്ട്പുട്ട് വോൾട്ടേജ് എപ്പോഴും പോസിറ്റീവ് മാത്രമേ ആക്കാൻ പറ്റൂ. അപ്പൊ ഒറ്റൊരു ക്വാഡ്രന്റ് V0 ഇത് പോസിറ്റീവ്, ഇതും പോസിറ്റീവ് അല്ലേ, കറണ്ടും പോസിറ്റീവ്. ഇപ്പൊ സിംഗിൾ ക്വാഡ്രന്റ് ഓപ്പറേഷൻ ആണ് സെമി കൺവെർട്ടർ. അതിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് എപ്പോഴും പോസിറ്റീവിലായിരിക്കും ഉണ്ടാവുക കേട്ടോ, നെഗറ്റീവ് ഒരിക്കലും ആവില്ല. ആ കാര്യമാണ് നോക്കേണ്ടത്. ഫുൾ കൺവെർട്ടറിലോ ഔട്ട്പുട്ട് വോൾട്ടേജ് പോസിറ്റീവ് ആക്കാൻ പറ്റും, നെഗറ്റീവ് ആക്കാൻ പറ്റും. അപ്പൊ അതിൽ നമ്മൾ ഫുൾ കൺവെർട്ടറിൽ 4 കമ്പോണൻസും തൈറിസ്റ്റർ ആയിരിക്കും ഫുള്ളില്. സെമി കൺവെർട്ടറിലോ ബ്രിഡ്ജിലെ 4 കമ്പോണന്റ് ഇല്ലേ, 2 എണ്ണം തൈറിസ്റ്ററും 2 എണ്ണം എന്തായിരിക്കും, ഡയോഡും ആണ് യൂസ് ചെയ്യുക. അപ്പോഴാണ് നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ഹാഫിന്റെ കാര്യം നോക്കാം. ഹാഫിന്റെ അതേ വർക്കിംഗ് തന്നെയാണ് ഫുള്ളിലും വരിക, ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും അല്ലെ. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഇതാണ് ബ്രിഡ്ജ് കൺട്രോൾഡ് കൺവെർട്ടർ വിത്ത് റെസിസ്റ്റീവ് ലോഡ് സെമി കൺവെർട്ടർ ആണ് ഇത് കേട്ടോ. ഹാഫ് കൺട്രോൾഡ് അല്ലെങ്കിൽ സെമി കൺട്രോൾഡ് എന്ന് പറയും, രണ്ട് സെയിം ആണ്. സെമി എന്നാണ് നിങ്ങളുടെ സിലബസിൽ ഉണ്ടാവുക കേട്ടോ. സെമി കൺട്രോൾഡ് ബ്രിഡ്ജ് കൺവെർട്ടർ ആണ്. സെമി ആകുമ്പോൾ എന്ത് ചെയ്യുക, ഇതുപോലെയാണ് ബ്രിഡ്ജ് വരക്കുക. എല്ലാ തൈറിസ്റ്ററും മുകളിലേക്ക് വരക്കുക. ഇവിടെ തൈറിസ്റ്റർ അല്ല, താഴെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഒരാമിൽ ഒരു ഡയോഡും ഒരു തൈറിസ്റ്ററുമാണ് അല്ലെ, T1 ഉം D1 ഉം. മറ്റേതിലോ T2 ഉം D2 ഉം. ബാക്കിയൊക്കെ ബ്രിഡ്ജിന്റെ അതേ ഓപ്പറേഷൻ ആണ്. ഇപ്പൊ റെസിസ്റ്റീവ് ലോഡാണ് എളുപ്പം, പഠിക്കാൻ എളുപ്പം റെസിസ്റ്റീവ് ലോഡാണ്. ഇവിടെ നമ്മുടെ റെസിസ്റ്റൻസ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. അപ്പൊ ആദ്യം പോസിറ്റീവ് ആ സൈക്കിൾ നോക്കാം. പോസിറ്റീവ് ആ സൈക്കിളില് അല്ലെ, ഇവിടെ പോസിറ്റീവ്, താഴെ നെഗറ്റീവ്. പോസിറ്റീവ് വോൾട്ടേജ് ആണ് കിട്ടുക, ബിയിലോ നെഗറ്റീവ് വോൾട്ടേജ്. ഇങ്ങനെ കിട്ടും അല്ലെ. എയില് ഈ പോയിന്റിൽ പോസിറ്റീവ്, ബിയിൽ നെഗറ്റീവ്. അപ്പൊ ആരാണ് ഫോർവേഡ് വൈസ് ആകുക നോക്ക, T1 അല്ലെ, ആനോഡില് പോസിറ്റീവ് കിട്ടി. അപ്പൊ T1 ഫോർവേഡ് വൈസ് ആണ്. ഇവിടെയോ കാത്തോഡിലാണ്, ഇത് റിവേഴ്സ് ബയസാ. അപ്പൊ നമ്മുടെ T1 ഓൺ ആണ്. നെഗറ്റീവ് നോക്കുക, നെഗറ്റീവില് ആരായിരിക്കും, ഇവിടെ റിവേഴ്സ് ബയസാ. ആനോഡിൽ നെഗറ്റീവ് എത്തി, T2 റിവേഴ്സ് ബയസ് ആണ്. നമ്മുടെ ഡയോഡ് D2 ആണ് അല്ലെ, കാത്തോഡിൽ നെഗറ്റീവ്. അപ്പൊ T1 ഉം D2 ആണ് നമ്മുടെ ഏതിൽ ഓൺ ആയിരിക്കുക, പോസിറ്റീവ് ആ സൈക്കിൾ ഓൺ ആയിരിക്കുക. അപ്പൊ ഇവിടെ നിങ്ങൾ D1 എന്നുള്ളത് അല്ലെ, T1 ഉം D2 ആണ് കേട്ടോ. ഇത് T1 ഉം D2 ആണ് വരിക. അപ്പൊ കറണ്ട് ഫ്ലോ നോക്കുക, പോസിറ്റീവ് അല്ലെ, കറണ്ട് ഫ്ലോ ഇങ്ങനെ വരും. T1 വഴി പോസിറ്റീവ് ടു നെഗറ്റീവ് അല്ല വേണ്ടേ, റെസിസ്റ്റൻസ് വഴി D2 വഴിയാണ് കറണ്ട് ഫ്ലോ ഉണ്ടാവുക. ഇതുപോലെയാണ് കറണ്ട് ഫ്ലോ ഉണ്ടാവുക അല്ലെ. അപ്പൊ നമ്മുടെ SCRനെ T1 എന്ത് ചെയ്യും, ഒരു ഫയറിംഗ് ആംഗിൾ ഇതാ ഈ പോയിന്റിൽ ട്രിഗർ ചെയ്യും. ട്രിഗർ ചെയ്താൽ ഇതാ കറണ്ട് ഫ്ലോ ഇതുപോലെ ഉണ്ടാവും. കറണ്ട് ഫ്ലോ ഉള്ളതുകൊണ്ടോ, കറണ്ട് ഫ്ലോ അല്ല, വോൾട്ടേജിന്റെ അതേ ഷേപ്പ് നിങ്ങൾ വരക്കുക. T1 ഓൺ ആയാൽ സപ്ലൈ വോൾട്ടേജ് അതുപോലെ വരക്കുക. പോസിറ്റീവ് ആ സൈക്കിൾ മാത്രമേ ഉണ്ടാവും, നെഗറ്റീവ് ആ സൈക്കിൾ L ലോഡൊന്നും ഇല്ല. അപ്പൊ പോസിറ്റീവ് ആ സൈക്കിൾ മാത്രമേ നമ്മുടെ T1 ഓൺ ആവും. നെഗറ്റീവ് ആ സൈക്കിൾ ആകുമ്പോൾ ആ സ്പോട്ടിൽ ഇത് ഓഫ് ആയി പോകും അല്ലെ. അപ്പൊ എങ്ങനെ കിട്ടും, ഇതാ ഇതുപോലെ കറണ്ട് നോക്കുക, സപ്ലൈ വോൾട്ടേജിന്റെ അതേ ഷേപ്പിൽ കറണ്ടും വോൾട്ടേജും കിട്ടും അല്ലെ. ഈ ഭാഗത്താണ് ഓൺ ആകുക, ഈ പോയിന്റിൽ ഓൺ ആകുന്നത്. T1 ഓൺ ആയതാ, ഇത് ഷെയ്ഡ് ചെയ്ത ഭാഗമാണ് നമ്മുടെ വോൾട്ടേജ് ഉണ്ടാവുക. ലോഡ് വോൾട്ടേജ് ഇതുപോലെയാണ് ഉണ്ടാവുക. ലോഡ് വോൾട്ടേജ് I0 × R. കറണ്ടോ ലോഡ് വോൾട്ടേജിന്റെ അതേ ഷേപ്പിൽ ഉണ്ടാവും. നമ്മളെ T1 അക്രോസുള്ള വോൾട്ടേജ് നോക്കാം. T1 അപ്പൊ നോക്കുക എങ്ങനെയാണ് വരക്കേണ്ടത്, ഈ ട്രിഗർ ചെയ്യുന്ന പോയിന്റ് ഇതാണ്, ട്രിഗറിംഗ് പൾസ് ഇല്ലേ, അതുവരെ SCR T1 ഓഫ് ആകുമ്പോൾ എന്താണോ സപ്ലൈ വോൾട്ടേജ് അത് തന്നെയാണ് ഇതിന്റെ അക്രോസ്. നിങ്ങൾ വോൾട്ട്മീറ്റർ നോക്കിയാൽ എന്താണോ സപ്ലൈ വോൾട്ടേജ് അത് തന്നെയാണ് കിട്ടുക. അപ്പോ T1 ഓഫ് ആകുന്ന സമയത്ത് സപ്ലൈ വോൾട്ടേജ് എന്താണോ അത് തന്നെ വരക്കുക. അപ്പൊ ഇത്രയും ഭാഗം T1 ഓഫ് സപ്ലൈ വോൾട്ടേജ് അതുപോലെ വരക്കുക. ഫയർ ചെയ്താൽ ഓൺ ആകും, T1 ഓൺ ആകും. അപ്പൊ അതിന്റെ അക്രോസ് ചെറിയൊരു വോൾട്ടേജ് ഉണ്ടാവും, ഓൺ വോൾട്ടേജ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഷോർട്ട് ആയിട്ട് വരക്കാം, അല്ലെങ്കിൽ ചെറിയൊരു വോൾട്ടേജ് കാണിക്കാം. ഓൺ ആകുന്ന സമയത്ത് ചെറിയൊരു ഓൺ വോൾട്ടേജ് മാത്രമായിട്ട് കാണിക്കാം. ഇത് തൈറിസ്റ്റർ T1. ഇനി അടുത്ത നെഗറ്റീവ് ആ സൈക്കിളിലോ, നമുക്ക് നെഗറ്റീവ് ആ സൈക്കിളിലായിരുന്നു നോക്കാം. നെഗറ്റീവ് ആ സൈക്കിളിൽ എന്താ സംഭവിക്കുക,
നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ അല്ലേ ടോപ്പ് ഭാഗം നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ ടോപ്പ് എന്ത് കിട്ടും? നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഇവിടെ ടോപ്പിൽ നെഗറ്റീവ് അല്ലേ, ബോട്ടം പോസിറ്റീവ്. അപ്പൊ ഇവിടെ നിങ്ങൾ നെഗറ്റീവ് നോക്കുക, ഇവിടെ പോസിറ്റീവ്. ഇപ്പൊ നെഗറ്റീവ് വരുമ്പോൾ ആരാണ് ഫോർവേഡ് വൈസ് ആകുക? കാത്തോഡ് നോക്കുക. നെഗറ്റീവിൽ കാത്തോഡ് അല്ലേ, ഈ ഭാഗം D1 ആണ് ഓൺ ആകുക. പോസിറ്റീവ് വരുമ്പോൾ നോക്കുക ആരാ ഓൺ ആകുക? T2 ആണ് ഓൺ ആകുക. ഇത് രണ്ടും റിവേഴ്സ് ബയസാണ്. T1 ഉം T2 ഉം റിവേഴ്സ് ബയസ് ആണ്. ഇനി നോക്കുക, കറണ്ട് നമ്മൾ പോസിറ്റീവ് ആണ് നോക്കണ്ടല്ലോ, പോസിറ്റീവ് ടു നെഗറ്റീവ് ആണ് ഫ്ലോ ഉണ്ടാകുക. അപ്പൊ കറണ്ട് ഇതിലെ കൂട്ട ഫ്ലോ ചെയ്യും, ഈ B എന്നുള്ള പോയിന്റ് ഇതിലെ കൂട്ട T2 വഴി. ഇപ്പൊ നോക്കിയാൽ മതി, നേരത്തെ അതേ ഡയറക്ഷനിലാണ് ലോഡിലെ കൂട്ട കറണ്ട് ഉള്ളത് അല്ലേ, ടോപ്പ് ടു ബോട്ടാണ് കറണ്ട് ഉള്ളത്. ഇതിലെ കൂട്ട അല്ലേ, D1 ആണ് നമ്മൾ ഓൺ ആയിട്ടുള്ളത്, D1 വഴി ഈ പോയിന്റിലേക്ക് വരും. ഇങ്ങനെയാണ് കറണ്ട് ഡയറക്ഷൻ അല്ലെ. ബിന്ന് കറണ്ട് വന്ന് ഇതിലെ കൂട്ട എയിലേക്ക് പോകും, സപ്ലൈയിലേക്ക് പോകും, പോസിറ്റീവ് ടു നെഗറ്റീവ്. ഇങ്ങനെയാണ് നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ സംഭവിക്കുക. അപ്പൊ ആരൊക്കെയാണ് ഓൺ ആകുന്നത്? T2-നും D1 ആണ് ഫോർവേഡ് വയസ്. അപ്പൊ നമ്മൾ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ T2-നെ ഈ ഫയറിംഗ് ആംഗിളിൽ ഓൺ ആക്കും. അപ്പൊ സെയിം അല്ലെ, പോസിറ്റീവ് ഹാഫ് സൈക്കിൾ അതേപോലെ തന്നെ കറണ്ടും വോൾട്ടേജും കിട്ടും. അപ്പൊ ഈ കേസിൽ T2 ഉം D1 ആണ് ഓൺ അല്ലെ, T2 കണ്ടക്ട്, T2 ആൻഡ് D1 ഓൺ. ഇപ്പൊ വോൾട്ടേജോ നേരത്തെ അതേപോലെ T1-ന്റെ അതേ വേവ് ഫോം നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വെച്ചാൽ മതി നെഗറ്റീവ് ഹാഫ് സൈക്കിൾ. വീണ്ടും പോസിറ്റീവ് ഹാഫ് സൈക്കിളിലോ T1 ആയിരിക്കും ഓൺ ആകുക, ട്രിഗർ ചെയ്ത T1 ഓൺ ആവും. ഇപ്പൊ വോൾട്ടേജ് T1 കാണിക്കുക. കറണ്ടോ, കറണ്ടും വോൾട്ടേജോ, ലോഡ് കറണ്ടും ലോഡ് വോൾട്ടേജോ ഓൺ ആയ സമയത്ത് എന്തായിരിക്കും ഉണ്ടാകുക? എന്താണോ സപ്ലൈ വോൾട്ടേജ് അതേ ഷേപ്പ് നിങ്ങൾ വരയ്ക്കുക, ലോഡ് വോൾട്ടേജും ലോഡ് കറണ്ടും. ഇതാണ് എന്ത്, സിംഗിൾ ഫേസ് ഹാഫ് കൺട്രോൾഡ് ബ്രിഡ്ജ് കൺവെർട്ടർ വിത്ത് റെസിസ്റ്റീവ് ലോഡ്. ഇനി RL ലോഡോ, ഇവിടെ ഒരു ഇൻഡക്ടറും കൂടി ഉണ്ടെങ്കിലോ, പോസിറ്റീവ് ഹാഫ് സൈക്കിൾ മാത്രമല്ല നെഗറ്റീവ് ഹാഫ് സൈക്കിളിന്റെ ഭാഗത്തും ആരുണ്ടാവും? കുറച്ച് സമയം കൂടി കറണ്ട് ഉണ്ടാവും. ഇപ്പൊ എന്താ അല്ലെ, ഇത്രയും ഭാഗം വരും. വോൾട്ടേജ് നോക്കുമ്പോ എന്താണ്, നിങ്ങൾ ഈ ഇത്രയും ഭാഗം ഓൺ ആവൂലേ, ചെറിയൊരു വ്യത്യാസം നമുക്ക് അതാഴത്തെ ഇതിലേക്ക് നോക്കാം. RL ലോഡ് സെയിം ഡയഗ്രം തന്നെ ഒരു ഇൻഡക്ടറും കൂടി വരയ്ക്കുക. ഇപ്പൊ നേരത്തെ നമ്മൾ മിഡ് പോയിന്റ് കൺവെർട്ടർ വിത്ത് RL ലോഡ് ഇല്ലേ, അതേ എഫക്ട് തന്നെ. എന്താണ്, പോസിറ്റീവ് ഹാഫ് സൈക്കിൾ മാത്രമല്ല ഇൻഡക്ടറിലുണ്ട് നെഗറ്റീവ് ഹാഫ് സൈക്കിളിലും കൂടി വോൾട്ടേജ് ഉണ്ടാവും. എന്ത് SCR ആ സമയത്തും കൂടി T1 ഓണാ അല്ലെ, നെഗറ്റീവ് ഹാഫ് സൈക്കിൾ കുറച്ച് ഭാഗത്തും കൂടി T1 ഓൺ ആണ്. അപ്പൊ കറണ്ടിലൊക്കെ വ്യത്യാസമുണ്ട്, വേവ് ഫോം വ്യത്യാസമുണ്ട്. കറണ്ട് ഗ്രാജുവൽ ആയിട്ട് ഇൻക്രീസ് ചെയ്യും. ഒറ്റയടിക്ക് നിങ്ങൾ നേരത്തെ നോക്കിയാൽ ഒറ്റയടിക്ക് ഇവിടെ കൂടിയില്ലേ, ഇൻഡക്ടർ ഉണ്ടാകുമ്പോൾ അങ്ങനെ ഒരിക്കലും പറ്റൂല, ഗ്രാജുവൽ ആയിട്ടേ കൂടും. 0 ഇങ്ങനെ ഗ്രാജുവൽ ആയിട്ടേ കൂടും. ഈ പോയിന്റിൽ നമ്മൾ SCR T1 അല്ലെ, പോസിറ്റീവ് ഹാഫ് സൈക്കിൾ നേരത്തെ അതേ കാര്യം റിപ്പീറ്റ് ചെയ്യാണ് ചെയ്യുക അല്ലെ. പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വീണ്ടും പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇതേപോലെ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ T1 D2 അല്ലെ, T1 D2 ആയിരിക്കും, D2 T1 D2 ആയിരിക്കും ഓൺ ആകുക പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ. നേരത്തെ അതേ കാര്യം തന്നെ, T1 D2 ആണ് ഇത്. T1 D2 ഓൺ ആകുമ്പോൾ എന്ത് സംഭവിക്കും? നിങ്ങൾ ലോഡ് വോൾട്ടേജ് എങ്ങനെ വരക്കണം? പോസിറ്റീവ് ഹാഫ് സൈക്കിൾ കഴിഞ്ഞ് നെഗറ്റീവ് ഹാഫ് സൈക്കിളിന്റെ ഈ ഭാഗം വരെ നമ്മുടെ T1 ഓണാ. അപ്പൊ T1 ഓണാകുന്ന സമയത്ത് എന്താണോ ഔട്ട്പുട്ട് വോൾട്ടേജ് എങ്ങനെയാണ്, ലോഡ് വോൾട്ടേജ് എങ്ങനെയാണ് വരക്കണ്ടേ? T1 ഓണാകുന്ന സമയത്ത് എന്താണോ സപ്ലൈ വോൾട്ടേജ് അത് തന്നെയായിരിക്കും ലോഡ് വോൾട്ടേജും അല്ലെ, അതേ ഷേപ്പാണ് വരിക. അപ്പൊ നിങ്ങൾ ഈ പോയിന്റ് മുതൽ T1 ഓണാ, ഈ പോയിന്റ് മുതൽ ഇത്രയും ഭാഗം T1 ഓണാ അല്ലെ, ഇത്രയും ഭാഗം T1 ഓണാണ്. അപ്പൊ സപ്ലൈ വോൾട്ടേജിന്റെ അതേ ഷേപ്പ് തന്നെ നിങ്ങൾ ലോഡ് വോൾട്ടേജ് ഇവിടെ ഷെയ്ഡ് ചെയ്ത് കാണിക്കാൻ, ഇതാണ് കിട്ടുക ലോഡ് വോൾട്ടേജ്. ഇത്രയും ഭാഗമല്ലേ, ഇത്രയും ഭാഗമാണ് ലോഡ് വോൾട്ടേജ് വരിക. കറണ്ടോ, കറണ്ട് ഇതേപോലെ ഗ്രാജുവൽ ആയിട്ട് കൂടും. ഈ പോയിന്റ് എത്തുമ്പോൾ ഓഫ് ആവും. ഇതാ ഷെയ്ഡ് ചെയ്ത് ഈ ഭാഗമില്ലേ, ഇവിടെ എത്തുമ്പോൾ കറണ്ട് 0 ആവും. അപ്പൊ T1 ഇവിടെ ഓഫ് ആവും. മിനിമം ഒരു ഹോൾഡിംഗ് കറണ്ട് ഉണ്ടെങ്കിൽ SCR ഓണിൽ നിൽക്കും. ഈ പോയിന്റ് എത്തുമ്പോൾ കറണ്ട് 0 ആയില്ലേ, കറണ്ട് ഗ്രാജുവലായി കൂടി ഈ പോയിന്റ് എത്തുമ്പോൾ 0 ആവും. ഇപ്പൊ ഇൻഡക്ടറിൽ എനർജി മൊത്തം തീർന്നിട്ടുണ്ടാവും ഇവിടെ അല്ലെ. ഇപ്പൊ എന്താണ്, പോസിറ്റീവ് ഹാഫ് സൈക്കിളും നെഗറ്റീവ് ഹാഫ് സൈക്കിളിന് കുറച്ച് ഭാഗത്തും കൂടി T1 ഓൺ ആണ്. നേരത്തെ അതേ മിഡ് പോയിന്റ് RLന്റെ അതേ ഗ്രാഫാണ് ഇത് വരച്ചിരിക്കുന്നത്, നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. പിന്നെ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് ഇവിടുത്തെ VM മാത്രമേ വരൂ. ഈ തൈറസിന് അക്രോസ് VM വോൾട്ടേജ് മാത്രമേ വരൂ, അത് മാത്രമേ വ്യത്യാസമുള്ളൂ മിഡ് പോയിന്റും ബ്രിഡ്ജും തമ്മിലുള്ളത്. ഇപ്പൊ എന്താണ്, പോസിറ്റീവ് RL ലോഡ് ആകുമ്പോൾ നിങ്ങൾ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ മാത്രമല്ല പറയേണ്ടത്, നെഗറ്റീവ് ഹാഫ് സൈക്കിളിന്റെ കുറച്ച് ഭാഗം കൂടി ലോഡ് വോൾട്ടേജ് ഉണ്ടാവും ഔട്ട്പുട്ടിൽ. ഇതുപോലെയാണ് ഉണ്ടാവുക, പോസിറ്റീവ് കുറച്ച് നെഗറ്റീവ് ഉണ്ടാവും. ഇതാണ് സിംഗിൾ ഫേസ് ബ്രിഡ്ജ് കൺവെർട്ടർ വിത്ത് RL ലോഡ്. ഇത് ഹാഫ് ആണ് അല്ലെ,
രണ്ട് ഡയോഡും എന്താണ്, രണ്ട് ഡയോഡാണ് ഇവിടെ ഉള്ളത്. ഇനി എല്ലാം തൈറിസ്റ്റർ ആക്കി വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? സിംഗിൾ ഫേസ് ബ്രിഡ്ജ്, ഫുൾ ബ്രിഡ്ജ് കൺവെർട്ടർ കിട്ടും. ഇവിടെ നോക്കിയാല് ഒരു കാര്യം, ആവറേജ് ഇതുപോലെയാണ് ഇക്വേഷൻ കിട്ടുക. ഇക്വേഷൻ നിങ്ങളൊന്ന് നോട്ട് ചെയ്യണം കേട്ടോ. EM/π 1 + cos ആൽഫയാണ് ഇക്വേഷൻ കിട്ടുക, ആവറേജ് DC വോൾട്ടേജ്. ഇപ്പൊ നിങ്ങൾക്ക് കോസിന്റെ വാല്യൂ മാക്സിമം എത്ര വരെ പോകാം? 1 പോകാം. മിനിമം എത്ര വരെ പോകും? -1 കോസിന്റെ വാല്യൂ അല്ലെ. ഇപ്പൊ മാക്സിമം നിങ്ങൾക്ക് നെഗറ്റീവ് വാല്യൂ കിട്ടുമോ? മാക്സിമം ഇവിടെ -1 വരെ പോകും. 1 + -1 എത്ര? 0. ആവറേജ് DC 0 ആണ് ഏറ്റവും മിനിമം. നെഗറ്റീവ് ഒരിക്കലും ആവറേജ് DC ഹാഫ് കൺട്രോൾഡ് റെക്ടിഫയറിലേക്ക് പോവില്ല. ബ്രിഡ്ജിന്റെ ഹാഫ് കൺട്രോൾഡ് സെമി കൺട്രോൾഡ് റെക്ടിഫയറിൽ ഒരിക്കലും എന്ത് വരില്ല? ആവറേജ് DC നെഗറ്റീവ് പോവില്ല അല്ലെ. മാക്സിമം കോസിന്റെ വാല്യൂ നിങ്ങൾക്കറിയാം -1 ആണ്. അപ്പൊ 1 + -1 എന്ത് കിട്ടും? 0. അപ്പൊ ഏറ്റവും മിനിമം ആവറേജ് DC എന്ന് പറയുന്നത് 0 ആണ്. അതിൽ താഴേക്ക് ഒരിക്കലും പോവില്ല. അത് മാത്രമാണ് ഇതുമായിട്ടുള്ള വ്യത്യാസം, ഫുൾ ബ്രിഡ്ജ് കൺവെർട്ടറും തമ്മിലുള്ള വ്യത്യാസം. അതിന്റെ ഇക്വേഷനിൽ ചെറിയൊരു വ്യത്യാസം വരും.